വിഴിഞ്ഞത്ത് ആശ്വാസ വാർത്ത. കാണാതായ രണ്ടാമത്തെ ബോട്ടും കണ്ടെത്തി. തമിഴ്നാട് തീരത്ത് വെച്ചാണ് രണ്ടാമത്തെ ബോട്ട് കണ്ടെത്തിയത്. തമിഴ്നാട്ടിലുള്ള ബോട്ടാണ് ഉൾക്കടലിൽ ഇവരെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, ഏറെ ആശങ്ക നിറഞ്ഞൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസ വാർത്തയാണ്. വിവരങ്ങൾ. വിഴിഞ്ഞത്ത് കാണാതായ രണ്ടാമത്തെ ബോട്ടും കണ്ടെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് വരുന്നത്. തമിഴ്നാട് തീരത്ത് വെച്ചാണ് ഈ ബോട്ട് കണ്ടെത്തിയത്. തമിഴ്നാട്ടിലുള്ള ബോട്ടാണ് ഉൾക്കടലിൽ ഇവരെ കണ്ടെത്തിയത് എന്നുള്ളത് കൂടിയുണ്ട്. കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, ഏറെ ആശങ്ക നിറഞ്ഞ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസ വാർത്തയാണ്. വർഷ തീർച്ചയായും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ബോട്ട്, അതായത് കാണാതായ രണ്ടാമത്തെ ബോട്ട് ഫാത്തിമ മാത എന്ന ബോട്ട് കൂടി ഇപ്പോൾ തമിഴ്നാട് ഉൾക്കടലിൽ വെച്ച് കണ്ടെത്തി എന്നുള്ളതാണ്. അവിടുത്തെ തമിഴ്നാട്ടിലുള്ള ഒരു മത്സ്യബന്ധന വള്ളമാണ് ഈ തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. 4 പേരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത്. ഇവരുടെ വള്ളം മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. വള്ളത്തിന്റെ മുകളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും പിന്നീട് കോസ്റ്റ് ഗാർഡിന് കൈമാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ബോട്ടിൽ, അതായത് ഫാത്തിമ മാത എന്ന വള്ളത്തിൽ ഉണ്ടായിരുന്ന 4 പേർ, അതായത് ജോണി, മത്തിയാസ്, മുത്തപ്പൻ, ജോസഫ് എന്നിവരെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ചു നേരത്തെ, അതായത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുൻപ് അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും പിന്നീട് കോസ്റ്റ് ഗാർഡിന് കൈമാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ബോട്ടിൽ, അതായത് ഫാത്തിമ മാത എന്ന വള്ളത്തിൽ ഉണ്ടായിരുന്ന 4 പേർ, അതായത് ജോണി, മത്തിയാസ്, മുത്തപ്പൻ, ജോസഫ് എന്നിവരെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ചു നേരത്തെ, അതായത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുൻപ് ആദ്യത്തെ ബോട്ടിൽ, അതായത് സഹായമാത എന്ന ബോട്ടിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ബോട്ട് യന്ത്രം തകരാറിനായ, അതായത് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്നാണ് ആദ്യത്തെ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികൾ തന്നെ ആദ്യത്തെ ബോട്ടിലെ യന്ത്ര തകരാർ പരിഹരിച്ചുവെങ്കിൽ പോലും അവർക്ക് തിരിച്ചു വരാനുള്ള ഇന്ധനം ഇല്ലായിരുന്നു. അതിനുശേഷം മറൈൻ എൻഫോഴ്സ്മെന്റ് ആണ് ഈ കന്യാകുമാരി ഭാഗത്തേക്ക് പോവുകയും ഇവർക്ക് ഈ ഇന്ധനം ഉൾപ്പെടെ നൽകുകയും ഭക്ഷണമടക്കം നൽകി അവരെ രക്ഷപ്പെടുത്തിയിരുന്നത്. ഈ ആദ്യത്തെ ബോട്ട് എന്ന് പറയുന്നത് സഹായമാത എന്ന പേരുള്ള ബോട്ടാണ്. ഇതിലുണ്ടായിരുന്ന റോബിൻസൺ, ഡേവിഡ്സൺ, ദാസൻ, യേശുദാസൻ, ഈ 4 പേരെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. അവർ ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ബോട്ടും രണ്ടാമത്തെ വള്ളവും കണ്ടെത്തിയിരിക്കുന്നു. അതിലുള്ള 4 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇന്നലെ മുതൽ, അതായത് മിനിയാന്നാണ് ഈ 2 വള്ളങ്ങളും അപകടത്തിൽ പെടുന്നത്. ഇന്നലെ രാവിലെ അവർ തിരിച്ചെത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ വള്ളങ്ങൾ എത്താത്തതിനെ തുടർന്നാണ് തെരച്ചിൽ ആരംഭിച്ചത്. ഈ നേവി ഉൾപ്പെടെ, കോസ്റ്റ് ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, പോലീസ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണിയർ വിമാനങ്ങൾ ഉൾപ്പെടെ, അതായത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും അതിന് ഫലമുണ്ടായിരിക്കുന്നു. ആശ്വാസകരമായ വാർത്ത വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. 2 വള്ളങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. ഈ 2 വള്ളങ്ങളിലായി ഉണ്ടായിരുന്ന 8 തൊഴിലാളികളും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. വർഷ. ശരി കമലേഷ്.